ഇപ്പോൾ ഉള്ളത് പൊന്നാനിയിൽ നമ്മളെ കോയാക്കാൻ്റെ വീട്ടിലാട്ടാ. അതായത് എല്ലാ റംസാൻ ടൈമിലും ഇങ്ങനെ പാനൂസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് നമ്മൾ കോയാക്ക. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വിശദമായിട്ട് നമ്മളോട് എങ്ങനെയാണെന്നുള്ളത് സംസാരിക്കും. അപ്പോൾ നമ്മൾ ഈ പാനൂസിൻ്റെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സംഭവങ്ങൾ? ഇത് പഴയ കാലം മുതലേ പൊന്നാനിയിൽ പല ഭാഗത്തും എല്ലാ വീട്ടിലും ഇതുണ്ടാവും. ഇത് ഈ പാനൂസാണ്, മൂലപ്പാനൂസാണത്. ഇതാണ് പഴയകാലം മുതൽ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ള ആളുകളില്ല, ഇത് ഈറ്റ ചീന്തിയിട്ട് ഉണ്ടാക്കുക, അത് കിട്ടാനില്ല. അപ്പൊ ഇത് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി നിലനിർത്തണ്ടേ എന്നുള്ള നിലക്ക് ഇങ്ങനെ ഉണ്ടാക്കി പോകും. ഇതിന്റെ കപ്പലുണ്ട്, പിന്നെ വിമാനമുണ്ട്, കപ്പല് അത് അതിന്റെ പണി നടക്കണം. കപ്പല് ഉണ്ട്, മേലുണ്ട് സാധനം. അതും കഴിഞ്ഞ പ്രാവശ്യത്തതാണ്. അതിന്റെ പേപ്പറൊക്കെ പോയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നിലനിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം ഉള്ളത്. അതെ അതെ ഒരു അതെ വീടുകളിലൊക്കെ ഉണ്ടാവും. പഴയ കാലത്ത് എല്ലാ വീട്ടിലും ഉണ്ടാവും. നോമ്പ് ടൈമിലാണ് അത് നോമ്പ് ടൈമിലാണ് അന്ന് ഇതിന്റെ താഴെ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെക്കല. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു കുട്ടിപ്പാനൂസ് ഉണ്ടാവും. ആ ഇതിന്റെ ചൂടുകൊണ്ട് കുട്ടിപ്പാനൂസ് അങ്ങനെ തിരിയുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പൊ മണ്ണെണ്ണയില്ല, വിളക്കില്ല, ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ കരണ്ടാണ്. അപ്പൊ ഇങ്ങനെ അതെ അതെ പേപ്പറൊക്കെ കിട്ടാനുണ്ട്. മുള ഈ ഈറ്റ ഒന്നും കിട്ടാനില്ല. അതാ പ്രശ്നം. റിസ്ക് ആണ് ഇപ്പൊ. റിസ്ക് കിട്ടാൻ മാത്രമല്ല, ഇത് ഉണ്ടാക്കാൻ പ്രശ്നം. ഇത് നമ്മള് ശരിക്കും ഇരിക്കുകയാണെങ്കിൽ 2 ദിവസം ഇരിക്കണം. 2 ദിവസം ഇതിലൊന്നും എണീക്കാതെ ഇരിക്കണം. ഇതിങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ. ഇങ്ങനെ റാവി കഴിഞ്ഞിട്ട് കുറേശ്ശെ സമയം എടുത്തിട്ട് ഇത് പിന്നെ റംസാന്റെ മുമ്പേ ഉണ്ടാക്കല് തുടങ്ങിയതാണ്. ഓരോ റംസാനിലും ഓരോ മോഡലാണ് ഉണ്ടാക്കുക. ഇതിപ്പോ ഈ വിമാനത്തിലിപ്പോ ഇതിപ്പോ ഇനി അടുത്ത വർഷത്തിനാണോ? ഇല്ല, ഇതിപ്പോ ഒരു 3-4 ദിവസം കൊണ്ട് ചെയ്യും. അതിന്റെ ഓരോ വർക്കുകൾ തറാവി കഴിഞ്ഞ് വന്നിട്ട് 2 മണിക്കൂർ ഇതിപ്പോ 2 ദിവസത്തെ പരിപാടിയാണിത്. പിന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലൊന്നും ആവില്ല. അതിന്റെ പരിപൂർണ പണി കഴിയുമ്പോഴാണ്. പിന്നെ പാനൂസ് എന്ന് പറഞ്ഞ ഒരു ഉത്സവം, ഇവിടെ ഒരു ഉത്സവമായിട്ട് അതിപ്പോ ഈ അടുത്ത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തത് പാനൂസ എന്ന് പറയുന്ന ഒരു പരിപാടി മുനിസിപ്പാലിറ്റി വെക്കാറുണ്ട്. ഒരുപാട് പാനൂസുകൾ പല ആളുകളെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഒരു പരിപാടി നമ്മളെ പൊന്നാനി വില്ലേജുമായ തൊഴിലിന്റെ പരിസരത്ത് വെച്ചിട്ട് ഒരു പരിപാടി നടത്താറുണ്ട്. പാനൂസാണ്. അതിപ്പോ ഒരു 3 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങിയതാണ്. അപ്പൊ ഈ പ്രാവശ്യം അതിന് പാനൂസക്ക് ആളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവര് ഉണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നത് ഇവരെ ഫാമിലിപ്പെട്ട ഒരാളായിരുന്നു. ഇവര് മരണപ്പെട്ടു. പിന്നെ ഒരാൾ ഇപ്പൊ സുഖമില്ലാതെ ഇരിക്കുന്നുണ്ട്. വിശേഷങ്ങൾ പഴയകാലം മുതലുള്ളതാണ്. ഇപ്പൊ പിന്നെ അതിങ്ങനെ ഇല്ലാതായി പോവാണ്. നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പഠിപ്പിച്ചു കൊടുക്കാനുള്ള. അതെ അതെ. ഇൻഷാ അല്ലാഹ് ഏതായാലും